ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കഞ്ഞി വെക്കാത്ത കള്ളപ്പം ഉണ്ടാക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ 2 ഗ്ലാസ് പച്ചരി അത് കഴുകി 5 മണിക്കൂർ കുതിരാൻ വെച്ചാണ്. അത് നമുക്കാണെങ്കിൽ അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ, 2 കപ്പ് തേങ്ങ വേണം. പിന്നെ ഡ്രൈ ഈസ്റ്റ് 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഇത് കുക്ക് ചെയ്താണെങ്കിൽ റൈസ്, പച്ചരിയോ വെള്ളരിയോ മട്ടേരിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്നതാണെങ്കിൽ എടുത്തേക്കുന്നതാണെങ്കിൽ നമ്മുടെ മട്ടേരി തന്നെ അത് 2 ഗ്ലാസ് എടുത്തു. പിന്നെ എടുത്തേക്കുന്നതാണെങ്കിൽ ഉള്ളി 2 ഉള്ളി എടുത്തു, ഗാർലിക് ഒരെണ്ണം എടുത്തു. പിന്നെ ആണെങ്കിൽ ജീരകം, നല്ല ജീരകമാണെങ്കിൽ അത് കുറച്ചെടുത്തു. പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ നമുക്ക് ഫ്രോസൺ കഴിഞ്ഞാൽ അത് ഡീഫ്രോസ് ചെയ്തിട്ടാണെങ്കിൽ അത് എടുക്കുന്നതാണെങ്കിൽ അത് 2 കപ്പ്. ഡ്രൈ ഈസ്റ്റ് കുറച്ച് 1/2 ടീസ്പൂൺ ആണെങ്കിൽ. പിന്നെ വെള്ളത്തിനാണെങ്കിൽ പഞ്ചസാര 1 ടീസ്പൂൺ പഞ്ചസാര ഇടും. പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന തേങ്ങാവെള്ളമാണെങ്കിൽ അതിനകത്ത് 1/2 ടീസ്പൂൺ എടുത്ത് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അത് ഞാനാണെങ്കിൽ ഒരു 4 മണിക്കൂറാണെങ്കിൽ വെച്ചായിരുന്നു. അതാണ് ഞാനാണെങ്കിൽ വെള്ളമായിട്ട് യൂസ് ചെയ്യുന്നത്, മിക്സ് ചെയ്യാനായിട്ടാണെങ്കിൽ അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയാണെങ്കിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഫൈൻ പേസ്റ്റ്, ഒത്തിരി വെള്ളത്തിലിട്ടുണ്ട് ഈ പാത്രത്തിൽ അപ്പത്തിനുണ്ടാക്കാനായിട്ട്. ഇവിടെ ഞാനാണെങ്കിൽ ഇത് പ്രീ ഹീറ്റ് ചെയ്തത് ഓവനിനകത്താണ്. ഒരു 2 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓവനകത്തോട്ട് വെക്കുന്നതാണെങ്കിൽ ഇത് പെട്ടെന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ തണുപ്പായി തുടങ്ങി. ഇവിടെ സമ്മർ ടൈം കഴിഞ്ഞു. അപ്പം ഇവിടെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചാണ്, ക്ലൈമറ്റിനനുസരിച്ചാണെങ്കിൽ ഞാൻ അന്നേരം ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓവനകത്തോടാണെങ്കിൽ വെക്കാൻ പോവുകയാണ്. നല്ലപോലെ ഒന്നുകൂടെ ആണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ആണെങ്കിൽ നമ്മളൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടാക്കുന്നതിന് തൊട്ട് പോകുമ്പോൾ മാത്രമാണ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാറുള്ളൂ. നല്ലപോലെ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഓവനകത്ത് വെക്കുന്നതാണെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഡയറക്റ്റ് തന്നെ അത് പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടും. പക്ഷേ ഇവിടുത്തെ അനുസരിച്ച് ഇങ്ങനെ ചെയ്യാറുള്ളതാണെങ്കിൽ രാവിലെയായി നമുക്ക് നോക്കാം. നല്ലപോലെ പൊളിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. സർക്കൻ്റെ ഇതാണെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ആണെങ്കിൽ തിരിക്കുന്ന പഞ്ചസാരയാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര അതുകൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവുക. ഇന്ന് ടേസ്റ്റ് അല്ലേ? കുറച്ച് പഞ്ചസാര യൂസ് ചെയ്യത്തുള്ളൂ, ഇത്തിരി ഉള്ളൂ, ഇത്തിരി പോകുന്ന പഞ്ചസാര മതി. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ ഇത് പൊളിച്ച് കൂട്ടിയിട്ടുണ്ട്. മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആണെങ്കിൽ തവപ്പാൻ എടുത്തിട്ടാണെങ്കിൽ ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സായിട്ട് ഞാൻ ഇവിടെ തവപ്പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴത്തേക്ക് ശകല എണ്ണയാണെങ്കിൽ അത് തട്ടിയിട്ടാണെങ്കിൽ അത് മാവാണെങ്കിൽ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് നല്ലപോലെ നല്ല ഇതായിട്ടാണ് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെള്ളം പോലെ ആകണ്ട, കുറച്ച് പാകത്തിനുള്ളതായിട്ടുള്ളൂ. പാല് വെച്ചു വെച്ചിട്ടാണെങ്കിൽ ചൂടാകട്ടെ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണ ഇട്ടിട്ടാണെങ്കിൽ അത് നമ്മളാണെങ്കിൽ ഒന്ന് അടിച്ചു കൊണ്ട് വെച്ചാൽ മതി. ഇതാക്കാനായിട്ട് ആ ഒരു പാകത്തിന് അത്രയും മതി. പിന്നെയാണെങ്കിൽ അടച്ച് വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് അടച്ചിടുക. നോക്കി അടച്ച് വെച്ചേക്കുക. എന്നിട്ട് മറ്റേ സൈഡ് കൂടെ വെന്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതുപോലെ ബാക്കിയുള്ളത് കൂടെ ആണെങ്കിൽ ആവശ്യത്തിനുള്ളത് നമ്മൾ ചുട്ടെടുക്കുക. ഇത് നമുക്കാണെങ്കിൽ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
കറിയുടെ കൂടെയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന അപ്പമാണെങ്കിൽ കഴിക്കാം.